ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും വിഷുവൊക്കെ സൂപ്പറായിട്ട് ആഘോഷിച്ചില്ലേ? ഞാൻ എൻ്റെ വിഷു സദ്യയും അതിലെ വിഭവങ്ങളൊക്കെയാണ് പറയണത്. ആദ്യം കോവയ്ക്ക ഫ്രൈ ചെയ്തത്, പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ, പിന്നെ ഇടിയഞ്ചക്ക തോരൻ, പിന്നീട് സദ്യയിലുണ്ടായത് സാമ്പാറാണ്. പിന്നെ പപ്പടം, മാമ്പഴപ്പുളിശ്ശേരി, ലൂബിക്ക അച്ചാർ. ഇതൊക്കെയായിരുന്നു സദ്യയിലുണ്ടായിരുന്നത്. മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇനി പറയാൻ പോണത്. പഴുത്ത മാങ്ങ, നാടൻ മാങ്ങയാണ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലത്. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുക. അതിലേക്ക് നാളികേരം, ജീരകം, ചുവന്നുള്ളി, തൈര് ഇവ യോജിപ്പിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക് താളിച്ച് ചേർക്കുക. അടുത്തത് ഇടിയഞ്ചക്കയുടെ റെസിപ്പിയാണ്. അതിലേക്ക് നാളികേരം, ചുവന്നുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം ഇത് നന്നായിട്ട് ചതച്ചെടുക്കുക. ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുക്, കറിവേപ്പില, ചുമന്നുമുളക് ഇവ നന്നായിട്ട് മൂപ്പിക്കുക. അതിലേക്ക് വേവിച്ച് നുറുക്കി വെച്ചിരിക്കുന്ന ഇടിയഞ്ചക്ക ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ശേഷം അതിലേക്ക് നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അടുത്ത റെസിപ്പി പൊട്ടറ്റോ ഫ്രൈഡ് ആണ്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പൊട്ടറ്റോ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല ഇവ ചേർത്ത് കൊടുത്തിട്ട് ചെറിയതായിട്ട് നമുക്കതിലേക്ക് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. റെസിപ്പികൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.